ഹായ് നമസ്കാരം, ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന്. എന്താ വിശേഷം? ടർബോ അതാണല്ലോ ഇപ്പോഴത്തെ വിശേഷം. ആ ടർബോ വിശേഷം പറയാൻ വന്നതാണ്. ഇപ്പോൾ ഇന്ന് കുറേ പോസ്റ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ടർബോൻ്റെ കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാളുകളിലൊക്കെ വെച്ചിട്ടുള്ള പോസ്റ്റുകൾ കാര്യങ്ങൾ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രൊമോഷൻ തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ഇതിനൊന്നും തൃപ്തരല്ല കേട്ടോ. മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ അതിൽ തൃപ്തനല്ല, പലരും തൃപ്തരല്ല. ഇങ്ങനെ കുറേ പോസ്റ്റർ ഇറക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ട്രെയിലർ അല്ലെങ്കിൽ ടീച്ചറൊന്നും ഇറക്കാണ്ട് ഒരു രക്ഷയില്ല. വെറുതെ വന്ന് കുറേ പോസ്റ്ററുകളൊക്കെ ഇറക്കി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ട്രെയിലർ ഇറങ്ങണം അല്ലെങ്കിൽ ടീസർ ഇറങ്ങണം. നമ്മളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. പണ്ടൊന്നും ട്രെയിലറും ടീച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിലറൊക്കെ വന്നു തുടങ്ങി, തിയേറ്ററിലുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈനിലായതുകൊണ്ട് അതും വന്നു തുടങ്ങി. അപ്പോൾ നമുക്കൊരു ട്രെയിലർ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ സിനിമയെ കുറിച്ച് ഏകദേശം ഒരു മൂഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഏകദേശം എങ്ങനെയുണ്ട് സിനിമ, അങ്ങനെ ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. എന്താണ് അത് അറിയിക്കാതിരിക്കാനാണോ അങ്ങനെ ഇറക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ സാധനം ഇറങ്ങുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തിനാ ഇറക്കാതിരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ടീസർ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടു, ട്രെയിലർ ഇറങ്ങുമെന്ന് പറഞ്ഞു. അത് ഇറക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഈ ആളുകൾ എന്തിന് ഇത്ര അധികം ടെൻഷൻ അടിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. കാരണം മമ്മൂക്കയുടെ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ മമ്മൂക്ക ഫാൻസുകാർ ആയിട്ട് സിനിമേനെ പ്രൊമോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ള പഴയ ആ തിയറി എന്തായാലും മമ്മൂക്കയുടെ സിനിമ എടുത്ത് റിലീസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരൊക്കെ തീരുമാനിക്കണം. അതായത് നമ്മൾ മാത്രം അല്ല ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത്. സിനിമയുടെ പ്രൊഡ്യൂസറും അതുപോലെ സിനിമയുടെ വിതരണക്കാരാണ് അത് മുൻകൈ നിർത്തി ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ എപ്പോഴും കുറേ കാലങ്ങളായി ചെയ്തത് മമ്മൂക്കയുടെ ഫാൻസുകാർ മാത്രമാണ് എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ പോസ്റ്ററുകളൊക്കെ ഇറക്കിയിട്ടു. അത് നിങ്ങൾ എന്തായാലും പ്രൊമോട്ട് ചെയ്തോ. മമ്മൂക്കോടുള്ള ഇഷ്ടം കൊണ്ട് ഇത്രയും എന്താ പറയുക, ഇത്രയും അധികം നല്ലൊരു ആരാധകരുള്ളത്, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആരാധകരുള്ളത് മമ്മൂക്കയ്ക്ക് മാത്രമാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ഈ ഫാൻസുകാരെ ഇത്രയും പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിതിൻ്റെ പേരിൽ ചീത്ത കേട്ടാലും തെറി കേട്ടാലും യാതൊരു വിഷമമില്ല കാര്യം ഞാൻ പറയും. കാരണം 42 കൊല്ലമായി മമ്മൂക്ക ഫാൻസിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയത്. ഫാൻസ് അപ്പോൾ രൂപീകരിച്ചിട്ട് 32-33 കൊല്ലമൊക്കെ ഉള്ളൂ. എന്നാൽ 32-33 കൊല്ലമായാലും നമ്മൾ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 400 വീഡിയോ തന്നെ ഈ എൻ്റെ ഒരു 700 വീഡിയോകളിൽ 400 വീഡിയോയും മമ്മൂക്കയെക്കുറിച്ചുള്ളതാണ്. 400 അല്ല 500 വീഡിയോയും മമ്മൂക്കയെക്കുറിച്ചുള്ളതാണ്. മമ്മൂക്ക സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടും മമ്മൂക്കയുടെ സിനിമകൾ പരാജയപ്പെട്ടുള്ളപ്പോൾ തെറി കേട്ടിട്ടും വിജയിച്ചിട്ടുള്ളപ്പോഴും തെറി കേട്ടിട്ടൊക്കെ നടത്തുന്ന ഒരു ചാനലാണ് ദാസേട്ടൻ തൃശ്ശൂർ എന്ന ചാനൽ. മമ്മൂക്ക് ഇതുവരെ ഞാനായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. കാരണം മമ്മൂക്കയ്ക്ക് എന്തായാലും അറിയാമെന്നുള്ള കാര്യം, മമ്മൂക്കനെ പല വീഡിയോ കാണാനുള്ള കാര്യം പോലും എനിക്കറിയാം. പക്ഷേ ഇതുവരെ കണ്ട ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതും വയസ്സായ ഒരമ്മച്ചിമാർ മമ്മൂക്കനെ കാണുമെന്ന് പറയുമ്പോൾ അവരൊക്കെ പോയി കാണലും കാര്യങ്ങളും അല്ലെങ്കിൽ അവരൊക്കെ വരുത്തിക്കലും കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ നമുക്കറിയാൻ സാധിക്കും. പക്ഷേ നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും വലിയ ചാനൽ തുടങ്ങിയതിന് ശേഷമൊന്നും മമ്മൂക്കയെ കാണാനും സംസാരിക്കാനും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ തൃശ്ശൂർ മറ്റേ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പോയിന്റിൽ പോയപ്പോൾ 400 പേര് ഫോട്ടോ എടുത്തു. മിഥുൻ മാനുവൽ തോമസ് പോലും വരുന്നിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാനും വരുന്ന ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ വരെ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം നമുക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടി ജീവിതം പണയം വെച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യലും മമ്മൂക്കയ്ക്ക് എതിരെ തെറി വിളിക്കുന്നവരെ ആ തെറിയിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ അത്ര വലിയ ചാനലും കാര്യങ്ങളൊന്നും അല്ല, വലിയ ഫണ്ട് കിട്ടുന്ന ചാനലൊന്നും. ഫണ്ടിന് വേണ്ടി ചെയ്യണതൊന്നും അല്ല എന്നർത്ഥം. അതായത് കുറേ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലാണ്. കുറേ വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് ഇതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതിരിക്കും. പക്ഷേ നമ്മൾ ചെറിയൊരു ചാനലാണ്. നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടി മാലയും ദുൽഖറിനും മമ്മൂക്കേനും വേണ്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു ചാനലാണ്. വളരെ കുറച്ച് ആൾക്കാർ മമ്മൂക്കേനെ പറ്റിയുള്ള വീഡിയോ ചെയ്താൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ ഈ ചാനൽ. അപ്പോൾ അത് വളരെ കുറവാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ചാനൽ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ സിനിമകൾ മമ്മൂക്കിതൊന്നും അറിയണില്ല എന്നുള്ള കാര്യം ഏറ്റവും വലിയ കാര്യം. അതായത് മമ്മൂക്കയുടെ പിന്നിൽ ഇറത്തായി നിൽക്കുന്ന പലവരുണ്ട്. അവരാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയ ശാപം എന്ന് ഇത്രയും കാലമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു ലോകത്തിലൊരു വ്യക്തി മമ്മൂക്ക മാത്രമേ ഉള്ളൂ. 50 വർഷമായിട്ട് സിനിമയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് 44 വർഷമായിട്ട് 42 വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് പോലും കൂടെ നിൽക്കണവർ ചൊവ്വില്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ അറിയാത്ത ഒരാൾ മമ്മൂക്ക മാത്രമേ എന്നാണ് പറയുന്നത്. എന്തൊക്കെ ആയിക്കോട്ടെ, നമുക്കൊന്നും വിഷമില്ല. പക്ഷെ നമ്മൾ 42 കൊല്ലമായിട്ട് മമ്മൂക്കേനെ അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പോലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളും ലോകത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നില്ല, ഇത് കാണുന്നവർ അറിയാൻ വേണ്ടി പറയുന്നത്. കാരണം ഇന്നൊന്നും ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതലൊന്നും ഇത് ചെയ്തു തുടങ്ങിയതല്ല. ചാനൽ തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുള്ള. പക്ഷേ ഏകദേശം 42 കൊല്ലം 40 കൊല്ലമായിട്ട് ഫുള്ള് അന്നും ഇന്നും ഇൻട്രും എന്നും സപ്പോർട്ട് ചെയ്ത് മമ്മൂക്ക് വേണ്ടി സംസാരിക്കുന്ന എന്നെ മമ്മൂട്ടി ദാസ് എന്നാണ് എല്ലാവരും അറിയപ്പെടുക.
അതായത് ദാസ് എന്ന് പറഞ്ഞ വ്യക്തി, ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദാസ് എന്ന് പറഞ്ഞ വ്യക്തി തൃശ്ശൂരിൽ അറിയപ്പെടുന്നത് മമ്മൂട്ടി എന്നുള്ള പേരിലാണ്. അത്രമാത്രം മമ്മൂട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന വ്യക്തിയാണ് നമ്മൾ. അപ്പോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സിനിമ വിജയിക്കുന്നത് ഏറ്റവും വലിയ ആഗ്രഹമുള്ള ആളാണ്. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും പരാജയം സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ ക്രൂശിൽ കയറ്റാൻ പോകുന്നത് തന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പരസ്യം, ട്രെയിലറും ടീച്ചറൊക്കെ ടീച്ചർ ഇനി വരില്ല എന്ന് വിചാരിക്കാം, ട്രെയിലറെങ്കിലും എത്രയും പെട്ടെന്ന് ഇറക്കി വിടുക, അതുപോലെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുക. എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ടിരുന്ന സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്. പറഞ്ഞതും എല്ലാവരും വിവേകം ഉണ്ടെങ്കിൽ കൊടുക്കണം. എന്തായാലും മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ് പറയണത്. നമ്മുടെ ചങ്കുകളാണ്, എൻ്റെ ചങ്കുകളാണ്. ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന മമ്മൂക്കയുടെ ആരാധകരാണ് കേൾക്കുന്നത്. അവർക്കൊന്നും എന്നെ ഇന്ന് ഈ വീഡിയോ കാണുന്ന ആൾക്കാരല്ല, അവർ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണ്. എങ്കിലും പറയുന്നു, എന്തായാലും നമുക്ക് ഏറ്റവും വലിയ തുരുപ്പ് ചീട്ടാണ് വരാൻ പോകുന്നത്. നമുക്കത് ആഘോഷിക്കേണ്ട സിനിമയാണ്, ആഘോഷിക്കണം. അതിന് മമ്മൂക്കയുടെ സിനിമ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ളവരും കൂടി നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് വമ്പ വിജയമാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. കോടികൾ കിട്ടിയാൽ 100 കോടി കിട്ടി, 150 കോടി കിട്ടിയാൽ 50 കോടി കിട്ടിയല്ലോ എന്ന് പറയാതെ 100 കിട്ടിയ കോടിയെങ്കിലും നിങ്ങൾ പറയാം. ഓക്കെ, എല്ലാവിധ ആശംസകളും.